നീതിക്കാൻ മിശിക്ക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ നശിപ്പിച്ചിടുമേ. നീതിക്കായി മിശിക്ക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ നശിപ്പിച്ചിടുമേ. അപ്പോൾ ദൈവ നീതിയുള്ള നേരമില്ല, അതുകൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇത് നല്ല മനസ്സിന് നന്ദി, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, നീതി ന്യായം പ്രവർത്തിക്കണം. അനീതിക്ക് കൂട്ടു നിൽക്കരുത്, ചതിവിന് കൂട്ടു നിൽക്കരുത്, വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കരുത്. കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈ നിർമ്മല ഹൃദയവും. ആരും അതിന് മനസ്സിൽ വെക്കരുത്. ആരവിടെ ചെല്ലുമെന്നൊക്കെ ചോദ്യത്തിന് ആൻസർ യോവേദിന്റെ കൂടാരത്തില്, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ക്രൂസോട് നടത്തിയതുണ്ടോ ഉപവാസ പ്രാർത്ഥന 21 ചുമ്മാ സമാധി ഇരിക്കുമ്പോൾ ഇരിക്കുക. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. ഇത് പറഞ്ഞ ഒത്തിരി പറയാനുണ്ട്, എടുത്ത ഭാഗത്തോട്ട് വരികയില്ല. അപ്പൊ അതുകൊണ്ട് അതങ്ങ് ലോപിക്കുക. ദൈവത്തിന് മഹത്വം. ഒന്ന്, ന്യായം പ്രവർത്തിക്കണം. പിന്നെ ദയാതൽപരനായിരിക്കണം. ഇത് ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും. 3 കാര്യമാണ്. ഒന്ന്, ന്യായം പ്രവർത്തിക്കണം. 2, ദയാതൽപരൻ. ദയ ഉണ്ടായിരിക്കണം കേട്ടോ. സഹജീവികളോട്, അയലത്തുകാരോട്, സ്നേഹിതരോട്, മറ്റ് ഏത് മതവും ജാതിയും ഒന്നും അല്ല വിഷയം. മനുഷ്യനായിട്ട് കാണാം. ഭിക്ഷക്കാരൻ ഉച്ചയ്ക്കാവരുന്നെങ്കിൽ, അവൻ വിശന്നാവരുന്നെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കണം. ഇതാരെയും വീട്ടിൽ നിന്നാ ഗ്രില്ലെ പിടിച്ച് 3/4 മണിക്കൂർ വർത്താനം പറയാം. പിന്നെ എന്നാ ഉണ്ട്? വേറെ എന്നാ ഉണ്ട്? വേറെ എന്തുകൊണ്ട്? വേറെ ഒന്നും ഇല്ലല്ലോ. അവസാനം 2 പേരുടെയും തൊണ്ടയിലെ വെള്ളം പറ്റി. അതാണോ അതിന്റെ മര്യാദ? ആദ്യം വന്ന ഉടനെ അവന് ദാഹവെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. ഉച്ച സമയത്ത് അവരുന്നെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഉള്ളതിന്റെ വിഹിതം ചിലപ്പോൾ നിങ്ങളുടെ വിഹിതമായിരിക്കും, അതുകൂടെ എടുത്ത് കൊടുക്കണം. അതാ നല്ല ദയാതൽപരനായിരിക്കണം. മനസ്സിലായോ? ഇത് ഭിക്ഷക്കാരൻ പോയി 10 രൂപ ഭിക്ഷക്കാർക്ക് കൊടുക്കണം, നേർച്ച കൊടുക്കണം. ഞാൻ പെന്തിക്കോസുകാരോടാ പറയുന്നത്. പെന്തിക്കോസുകാരോടാ ഇപ്പൊ പറഞ്ഞത്. ഭിക്ഷ കൊടുക്കണം. ഒരു ഭിക്ഷ ചോദിച്ചാൽ നേർച്ച കൊടുക്കണം. ഞങ്ങളുടെ ഒരു വീട്ടിലേക്ക് അവാപ്പച്ചായിട്ട് അപ്പോൾ ഒരാളിങ്ങനെ ഫോട്ടോ ആയിട്ട് വന്നു. അവൻ പിന്നെ ഞാൻ വിളിക്കാം. ഗേറ്റ് തുറന്ന് വെച്ച് കൊണ്ടുപോകാൻ ചോദിച്ചു. പിന്നെ അവൻ്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് വേളാങ്കണ്ണിക്കാം. ഉടനെ വാപ്പച്ചായിട്ട് വെളിയിൽ ഇറങ്ങി അങ്ങോട്ട് പോകാം. MC റോഡിന്റെ സൈഡാണ്. ഉടനെ അവൻ പറഞ്ഞ്, അച്ചായ വേളാങ്കണ്ണി. അവൻ നിന്നോട് പറഞ്ഞ് വേളാങ്കണ്ണി വിടാം. ഗേറ്റ് തുറന്ന്